വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഒരു പുതിയ ആഴ്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്ന് ചേർന്നിരിക്കുന്നത്. ലോകമെമ്പാടുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയെ വെൽക്കം ചെയ്യുന്നു. വി വെൽക്കം എവറിബഡി വാച്ചിങ് അസ് ഓൺ ഹാർവസ്റ്റ് ടിവിയുടെ പ്ലാറ്റ്ഫോംസ്, ബ്ലെസ്സിങ് ടുഡേയുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെയും കാണുന്ന വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ മോർണിംഗ് ഗ്ലോറി പോഡ്കാസ്റ്റ് രൂപത്തിൽ നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് കേൾക്കണമെങ്കിൽ, ഇതിൻ്റെ ഓഡിയോ ശബ്ദം മാത്രം നിങ്ങൾക്ക് മതിയെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിഫൈ ആപ്പിലൂടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി കേൾക്കാം. ആപ്പിൾ പോഡ്കാസ്റ്റിലൂടെ നിരവധി പ്ലാറ്റ്ഫോംസിലൂടെ കേൾക്കാൻ സാധിക്കും. സോ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹെഡ്ഫോൺസിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കാറിൽ, നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പല അവസരങ്ങളും നമുക്ക് വീഡിയോ കാണാൻ പറ്റത്തില്ല, ബട്ട് ഓഡിയോ രൂപത്തിൽ ഈ മെസ്സേജുകൾ എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. സോ മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. വി വോണ്ട് വെൽക്കം എവറിബഡി വൺ മോർ ടൈം. ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നമുക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഹാലലൂയ, പ്രൈസ് ലോർഡൊക്കെ ഇട്ട് നമുക്ക് നിറയ്ക്കാം. വി വെൽക്കം എവറിബഡി. സച്ച് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്, മൺഡേ മോർണിംഗ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. ആമേൻ. വി ആർ അബൌട്ട് ടു സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്. നമുക്ക് ഒരുമിച്ച് വചന സന്ദേശം കേൾക്കാം. ബട്ട് അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ഒരു കീ സ്പോൺസറുണ്ട്. എറണാകുളത്ത് നിന്നുള്ളൊരു വെൽവിഷറാണ്. ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവെ, ഈ സിസ്റ്ററിനും കുടുംബത്തിനും അങ്ങ് ചെയ്ത സകല നന്മകൾക്കായി നന്ദി പറയുന്നു. എസ്പെഷ്യലി മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ അവസരം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുവാനും കർത്താവ് മുന്നോട്ട് പോകുവാനും മകനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വിജയം മകന് നേടുവാനും ലൈഫിൽ സക്സസ്ഫുൾ ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല ആൻസൈറ്റിയും, ആ ഓവർ തിങ്കിങ്ങും കർത്താവെ, ആ ലാക്ക് ഓഫ് കോൺഫിഡൻസും യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. കർത്താവെ, ഒരു അത്ഭുതം ആ മകൻ്റെ ലൈഫിൽ സംഭവിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു, ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് ഇന്നത്തെ എപ്പിസോഡ്. ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്കെല്ലാം നമ്മുടെ സ്പോൺസർഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഈ ആഴ്ച ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള മീറ്റിംഗ് വരികയാണ്. നമ്മുടെ August 15 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ഡേ നടക്കുകയാണ്. സോ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിൽ നിന്നുള്ള വ്യക്തികൾ ജോയിൻ ചെയ്യുന്ന ഒരു മാസീവ് മെഗാ ഇവൻ്റാണ്. അതിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ UK യിലും US ലും ഞങ്ങളുണ്ടായിരിക്കും ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം. സോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് സ്ക്രീനിൽ കാണാൻ സാധിക്കും. വി വുഡ് ലവ് ടു സീ ഓൾ ഓഫ് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ സ്വർഗീയ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വചനമാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ ഇതിന് നടുവിൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് യേശു എന്ന് നമ്മൾ കണ്ടു. ഏറ്റവും വലിയ ഗിഫ്റ്റ്. അതിനുശേഷം നമ്മൾ രണ്ടാമതൊരു ഗിഫ്റ്റ് പറഞ്ഞു. യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ, രക്ഷ. അതും സൗജന്യമാണ്. യേശുവിനെ കർത്താവ് ഫ്രീ ആയിട്ട് തന്നു. അതുപോലെ തന്നെ രക്ഷ നമുക്ക് സൗജന്യമായിട്ട് തന്നു. അതിനുവേണ്ടി സ്തോത്ര കാഴ്ചയോ പതാരമോ അല്ലെങ്കിൽ പ്രത്യേക സംഭാവനയോ ശ്രീഭണ്ഡാരത്തിൽ കാശിടുകയോ ഒന്നും ചെയ്യണ്ട. യേശു സൗജന്യം. നിത്യജീവൻ, രക്ഷ സൗജന്യം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ദാനം നമ്മൾ ഇന്നൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഞാൻ 1-2 വചനങ്ങളൊന്ന് പറഞ്ഞോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വചനഭാഗം പറ്റുവാണെങ്കിൽ ബൈബിൾ തുറന്ന് നിങ്ങൾ എടുത്തു വെച്ചു. സ്ക്രീനിൽ ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചാലും സ്ക്രീനിൽ നിങ്ങൾക്ക് മലയാളം കാണാൻ പറ്റും. യോഹന്നാൻ 4:10. ജീസസ് ആൻസേർഡ് ഹെർ. യേശു ശമര്യക്കാരി സ്ത്രീയോട് പറയുകയാണ്. നട്ടുച്ച സമയമാണ്. ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാൻ വേണ്ടി എല്ലാവരും കൂടെ ടീമായിട്ട് പോയേക്കുക. യേശുവിന് മാത്രം ഒറ്റക്കിട്ടിട്ട് പോയേക്കുക. ആ സമയത്താണ് കിണറിൻ്റെ അരികിൽ ശമര്യക്കാരിയായ ഒരു സ്ത്രീ. യഹൂദ സ്ത്രീ അല്ല, ഇതൊരു മിക്സ്ഡ് ആണ്. അതായത് ഒരു പകുതി യഹൂദനും പിന്നെ ഒരു സമ്മിശ്ര ജാതിയായി നിൽക്കുന്ന ഒന്നാണ് ശമര്യക്കാർ. അതുകൊണ്ട് യഹൂദന്മാർ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു അവഹേളനയോടെ കാണുന്ന ഒരു ജാതിയാണ് ശമര്യയിലുള്ള മനുഷ്യർ. യേശുവോട് പറയുകയാണ്, ഇഫ് യു ന്യൂ the gift of God
And who it is that asks you for a drink? You would have asked him, and he would give you living water. യേശു പറയുന്നു, നീ ദൈവത്തിന്റെ ദാനം എന്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഇതിനെക്കുറിച്ച് ഈ വചനങ്ങളൊക്കെ എടുത്തതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇത് ശക്തമായ പരിശുദ്ധാത്മാവ് പലരോടും സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് യു ന്യൂ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ സമ്മാനം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ഹലോ, ദൈവത്തിന്റെ ദാനത്തെ നീ അറിഞ്ഞിരുന്നെങ്കിൽ. ഇന്നും ആ ചോദ്യം ഇങ്ങനെ നിൽക്കുകയാണ്. ശമരിക്കാരി ഈ സ്ത്രീ മാത്രമല്ല, ലോകത്തിലുള്ള ഏതൊരു വ്യക്തിയും യേശു കർത്താവിന്റെ ദാനം എന്താണ്, ദൈവത്തിന്റെ ദാനം എന്താണ് ഒന്നറിഞ്ഞിരുന്നെങ്കിൽ. അതിനുശേഷം ആൻഡ് ഹു ഇറ്റ് ഈസ് ദാറ്റ് ആസ്ക്സ് യു ഫോർ എ ഡ്രിങ്ക്, നിന്നോട് ചോദിക്കുന്ന, വെള്ളം ചോദിക്കുന്ന വ്യക്തി ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, അഥവാ യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ. വേറെ ഭാഗത്ത് പറയുന്നു, ഈ യേശുവിനെ അവർ അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. അറിയാതെ, യേശുവിനെ തിരിച്ചറിയാത്ത, യേശു ആരാണെന്ന് മനസ്സിലാക്കാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ചിലർ യേശുവിനെ കുറിച്ച് മോശമായ കാര്യങ്ങളാണ് കേട്ടിരിക്കുന്നത്. ചിലര് യേശുവിനെ കുറിച്ച് ഏതോ ഒരു ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന രീതിയിൽ കേട്ട് കാണും. യേശുവിനെ കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്ന വിഭാഗങ്ങളും ഈ ഭൂമിയിലുണ്ട്. രണ്ട് കാര്യം കർത്താവ് പറയാണ്. ഒന്ന്, ദൈവത്തിന്റെ ദാനം നീ അറിഞ്ഞിരുന്നെങ്കിൽ. രണ്ട്, നീ ആരോടാണ് സംസാരിക്കുന്നത്, ആരാണ് നിന്നോട് സംസാരിക്കുന്നത് എന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, അഥവാ എന്നെ നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ. ശ്രദ്ധിക്കണേ, യേശുവിനെ ഒന്ന് വ്യക്തമായി ഇയാൾ ആരാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അടുത്തത് അതിന്റെ റിസൾട്ട്, യു വുഡ് ഹാവ് ആസ്ക്ഡ് ഹിം, നീ അവനോട് ചോദിക്കുകയും, ആൻഡ് ഹി വുഡ് ഹാവ് ഗിവൺ യു ലിവിംഗ് വാട്ടർ, അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ഈ ലോകത്തിൽ ഒത്തിരി പേർക്ക് ദാഹിക്കുന്നുണ്ട്. ഒരു ദിവസം ദാഹം ശമിപ്പിക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം വെള്ളം കുടിക്കും? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കട്ടൻ ചായ, ഒരു കട്ടൻ കാപ്പി, ഒരു പാൽ കാപ്പി, ഒരു പാൽ ചായ, ചിലരൊക്കെ ചുക്കുവെള്ളമോ ഇഞ്ചി വെള്ളമോ നാരങ്ങി ഹണിയിട്ട് എന്തെങ്കിലുമൊക്കെ ആദ്യത്തെ ഒരു കുടി. പലർക്കും പല ശീലമുണ്ട്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുമ്പോൾ വീണ്ടും കുറച്ച് വെള്ളം. പിന്നെ ആരോഗ്യകരമായൊക്കെ ചിന്തിക്കുന്ന ആൾ ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്നൊക്കെ ഉപദേശം കിട്ടിയിട്ടുള്ളത് കൊണ്ട് അതനുസരിച്ച് കണക്ക് നോക്കിയൊക്കെ വെള്ളം കുടിക്കും. കുറെ കഴിഞ്ഞ് ഓഫീസിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ യാത്രയാകുമ്പോൾ വീണ്ടും ദാഹം. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ കണ്ടു കാണാം, അവരുടെ ബാഗിൽ ടിഫിൻ ഒക്കെ പാക്ക് ചെയ്ത് എല്ലാം കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു വാട്ടർ ബോട്ടിൽ. ഇപ്പോഴും കുഞ്ഞുങ്ങൾ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്നില്ലേ? ഞാനൊക്കെ അന്നത്തെ കാലത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. ഒരു ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് അടച്ചു വെക്കുന്നത്, തുറന്നു കഴിഞ്ഞ് ഇങ്ങനെ കുടിക്കാൻ. ഇപ്പോൾ മോഡേൺ ആയിട്ട് ഒത്തിരി ഹൈജീനിക് ആയിട്ടുള്ളതും സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ളത്, പ്ലാസ്റ്റിക് കൊണ്ടുള്ളത്, അക്രിലിക് കൊണ്ടുള്ളത്, പലതൊക്കെ ഭംഗിയുള്ള പല വാട്ടർ ബോട്ടിലുകളും ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം സ്കൂളിൽ വെച്ച് ദാഹിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കുടിക്കണം. ഓഫീസിൽ പോകുന്ന ഒത്തിരി പേരും ആവശ്യമില്ലാത്ത വെള്ളമൊക്കെ കുടിക്കാതിരിക്കാൻ വീട്ടിൽ നിന്ന് തന്നെ പല രീതിയിലുള്ള വെള്ളം തിളപ്പിച്ചാറ്റിയും അതിൽ പലത് ചേർത്തും ദാഹശമനിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ കൊണ്ടുപോകുന്ന രീതികളുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു മിനറൽ വാട്ടർ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും. അപ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം നമുക്ക് ദാഹിക്കും? എത്ര പ്രാവശ്യം നമ്മൾ വെള്ളം കുടിക്കും? അത് ശരീരത്തിൻ്റെതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ അകത്ത് ആത്മാവിനൊരു ദാഹമുണ്ട്. എന്തെല്ലാം ശരീരത്തിലുണ്ട് അതുപോലത്തെ പലതും പാരലായി നമ്മുടെ ആത്മാവിനുണ്ട്. നമ്മുടെ ആത്മാവിന് വിശക്കും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ഈ മോർണിംഗ് ഗ്ലോറിയെ ദയവായി നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കണക്കാക്കുക. നമുക്ക് ഒരുമിച്ച് ഒരേ ആഹാരം കഴിക്കാം, ഒരേ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ
ബ്രേക്ക്ഫാസ്റ്റ് ചിലർക്ക് ചിലതൊന്നും ഇഷ്ടപ്പെടില്ല. എല്ലാ വീടുകളിലും ഉള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കി, മിക്ക വീടുകളിലും ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ പലപ്പോഴും മിക്ക കുട്ടികൾക്ക് ഉപ്പുമാവ് വെറുപ്പാണ്. കാരണം ഉപ്പുമാവ് തിന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ദാഹം വരും, ദാഹം വരും. എന്നും ഇപ്പോൾ ഹോസ്റ്റലുകളിൽ ഉപ്പുമാവ്, വീട്ടിൽ ഉപ്പുമാവ്, എല്ലായിടത്തും ഉപ്പുമാവ്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ തന്നെ ഉപ്പുമാവ് വരും. കുട്ടികൾക്ക് ഇഷ്ടമല്ല. എവിടെ ചെന്നാലും ഉപ്പുമാവാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഫണ്ണി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ. അപ്പോൾ നെഹമായ ഇതുപോലെ തന്നെ വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കി അവിടെ ഇത് വിളമ്പിക്കൊണ്ടിരിക്കുക. ഏമി പോയപ്പോഴേക്കും ഗാസിയാബാദിൽ അവിടെ ചെന്നപ്പോൾ അവിടെ അന്ന് ഒരു ദിവസത്തെ കാര്യം പറഞ്ഞു, അവിടെ ഉപ്പുമാവ്, വീട്ടിൽ ഉപ്പുമാവ്. നെഹമായ ദുബായിൽ ശുശ്രൂഷിക്കാൻ പോയി, അവിടുത്തെ വീട്ടിൽ അന്ന് ഉപ്പുമാവ്. അപ്പോൾ ഗ്രൂപ്പിൽ, ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട സമയത്ത് എല്ലായിടത്തും ഉപ്പുമാവ്. അപ്പം നെഹമായ ഇട്ടു, ഗൾഫിലല്ലേ, അൽ ഉപ്പുമാ. ഗൾഫിൽ ചെന്ന് കിട്ടിയത് അൽ ഉപ്പുമാ എന്ന് പറഞ്ഞ പോലെ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതിനൊരു വിശപ്പ് നമുക്കുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കണം, 4 മണിയാകുമ്പോൾ വീണ്ടും വിശക്കും, വൈകിട്ട് രാത്രിയാകുമ്പോൾ വീണ്ടും വിശക്കും. ഇതൊക്കെ ശരീരത്തിനുള്ളതുപോലെ നമുക്ക് വിശപ്പുണ്ട്. അപ്പം ഈ മോർണിംഗ് ഗ്ലോറി ഒരു സ്പിരിച്വൽ ബ്രേക്ക്ഫാസ്റ്റായി കണക്കാക്കി ദൈവവചനം ഭക്ഷിക്കാമെങ്കിൽ, എല്ലാവരും ഒരേപോലെയുള്ള ആഹാരം കഴിക്കാമെങ്കിൽ, നമ്മളെല്ലാവരും ഒരുപോലെ വളരുകയല്ലേ. അപ്പോൾ ആത്മാവിന് വിശപ്പുണ്ട്, ആത്മാവിന് ദാഹമുണ്ട്. യേശു പറയുകയാണ് ശമര്യക്കാരി സ്ത്രീയോട്, പറ്റുവാണെങ്കിൽ ഇന്ന് യോഹന്നാൻ 4 മൊത്തം ഒന്ന് വായിക്കണേ. അതിൽ ആദ്യം മുതൽ ഇങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീ ഒരു വല്ലാത്തൊരു സെറ്റിംഗ് ആണ്. സാധാരണ യഹൂദന്മാരാരും ശമര്യ എന്ന ആ സ്ഥലത്ത് കൂടെ ഒരിക്കലും കാൽ ചവിട്ടി നടക്കില്ല. അവര് അറയ്ക്കപ്പെട്ട ജാതിയാണ്. യഹൂദന്മാർ തള്ളിക്കളഞ്ഞിരിക്കുക, നരകത്തിലെ വിറകെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയിരിക്കുക. എന്നാൽ യേശുവും ശിഷ്യന്മാരും മനഃപൂർവ്വം ആ ദേശത്തൂടെ പോയി. കാരണം ആ നാട്ടിൽ വെച്ച് ഒരു വലിയ റെവലേഷൻ വരാനിരിക്കുന്നു. എന്താണത്? നീ യഹൂദന്മാരുടെ മാത്രമല്ല, നീ ലോകത്തിന്റെ രക്ഷകനാണ്. അതാ 4-ാം അധ്യായത്തിൽ വെളിപ്പെടുന്നുണ്ട്. നീ ലോകരക്ഷകനാണെന്ന് ശമര്യ പട്ടണത്തിലെ ജനസമൂഹം വിളിച്ചു പറഞ്ഞു. അവർക്ക് ആ വെളിപ്പാട് കിട്ടി. ഓൾറൈറ്റ്, ഞാൻ പറയാൻ വന്നത്, നമുക്ക് ആത്മീയമായ വിശപ്പുണ്ട്, ആത്മീയമായ ദാഹവുമുണ്ട്. കുറെ നാൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരാൾ മരണത്തിലേക്ക് നീങ്ങുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദാഹവുമില്ല, വിശപ്പുമില്ല. ഇതുപോലെ പലരുടെയും ആത്മാവ് മരിച്ചു കിടക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ വിശപ്പും ദാഹവും അറിയുന്നില്ലായിരിക്കാം. എന്ന് നമ്മുടെ എല്ലാവരുടെ അകത്ത്, എത്ര വലിയ നിരീശ്വരവാദിയായാലും, എത്ര വലിയ യുക്തിവാദിയായാലും, എത്ര വലിയ നാസ്തികനായാലും, അഗ്നോസ്റ്റിക് രീതിയിൽ ചിന്തിക്കുന്നവനായാലും, പാൻതീസം ചിന്തിക്കുന്നവനായാലും, ഏതൊക്കെ രീതിയിലുള്ള ഫിലോസഫി ഉണ്ടായാലും, അകത്തളങ്ങളിൽ ഓരോ മനുഷ്യന്റെ ആത്മാവിലും അവനൊരു ദാഹമുണ്ട്, അവന് ഒരു വിശപ്പുണ്ട്. അതിനു വേണ്ടി ഒരു ഗിഫ്റ്റ് യേശു കർത്താവ് കൊണ്ടുവരുന്നുണ്ട്. ആ ഗിഫ്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇഫ് യു ന്യൂ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആൻഡ് ഹു ഇറ്റ് ഈസ് ദാറ്റ് ആസ്ക് യു ഫോർ എ ഡ്രിങ്ക്. നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരെന്നും 2 കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുക, അവൻ നിനക്ക് ജീവജലം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. അപ്പോ 11-ാമത്തെ വചനത്തിൽ ഈ സ്ത്രീ പ്രതികരിക്കുകയാണ്. സ്ത്രീ പറയുന്നു, സർ, ദ വുമൺ സെഡ്, you have nothing to draw with and the well is deep. Where can you get this living water? അപ്പോൾ ഇവര് പറയണേ, സാറേ, യജമാനനെ, നിന്റെ കയ്യിൽ വെള്ളം കോരുവാനുള്ള പാത്രം ഒന്നുമില്ല. മാത്രമല്ല ഈ കിണർ വളരെ ആഴമുള്ളതാ. എങ്ങനെയാണ് ഈ വെള്ളം കോരി എനിക്ക് തരുമെന്ന് പറയുന്നത്? അപ്പോൾ ആ സ്ത്രീ ചിന്തിക്കുന്നത് ഈ കിണറ്റിനകത്ത് കിടക്കുന്ന വെള്ളത്തെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഈ കിണറ്റിലെ വെള്ളം ഈ സ്ത്രീക്ക് അങ്ങോട്ട് കോരി കൊടുക്കുമായിരുന്നു എന്ന് സാധാരണ ഒരു നോർമലായി അവൾ ചിന്തിക്കുകയാണ്. 12, Are you greater than our father Jacob, who gave us the well and drank from it himself, as did also his sons and his livestock?
അപ്പൊ നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അപ്പൊ ഇപ്പോഴും ശമര്യക്കാര് സമ്മിശ്ര ജാതിയാണെങ്കിലും യാക്കോബ് എന്ന പിതാവിനെയാണ് അവൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഹൂദന്മാർ അംഗീകരിക്കുന്നില്ലെങ്കിലും അവര് യഹൂദന്മാരുടെ പാട്രിയാർക്സിനെ അവരംഗീകരിക്കുന്നു, അവർ വിശ്വസിക്കുന്നുണ്ട്. യാക്കോബാണ് ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. യാക്കോബിന്റെ കിണർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്, ജേക്കബ്സ് വെൽ. എന്ന് മാത്രമല്ല, ഇവിടെ യാക്കോബ് ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. അവന്റെ പുത്രന്മാർ രൂപേൻ തുടങ്ങി ഇങ്ങോട്ട് ബെന്യാമീൻ വരെയുള്ള 12 മക്കൾ ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചുകൊണ്ടിരുന്നേ. അപ്പൊ നീ അവനേക്കാൾ വലിയവനാണോ ജീവജലം തരൂ എന്നൊക്കെ പറയാൻ? 13, ജീസസ് answered, everyone who drinks this water will be thirsty again. ഈ വെള്ളം കുടിക്കുന്നവൻ്റെയൊക്കെ വീണ്ടും ദാഹിക്കും. കാരണം ഇത് ഭൗതികമായ ജലമാണ്, ഇത് ശരീരത്തിന്റെ ജലമാണ്. ശരീരത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, രാവിലെ വെള്ളം കുടിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ദാഹിക്കുന്നു, കുറച്ചുകൂടി വെള്ളം വേണം. നമ്മൾ പലരും കുപ്പിയായിട്ട് നടക്കുവാണ്, ഇടയ്ക്ക് ദാഹിച്ച കുടിക്കാൻ, യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച്. 14, but whoever drinks the water I give them, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ will never taste. എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം ഈ വെള്ളമല്ല, ഈ കിണറ്റിലുള്ള വെള്ളമല്ല ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഇത് കുടിക്കുന്നവന്റെ ശരീരം വീണ്ടും വീണ്ടും ദാഹിച്ചുകൊണ്ടിരിക്കും. Indeed, the water I give them will become in them a spring of water welling up to eternal life. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന്റെ ഉള്ളിൽ നിന്ന് ഒരു ഉറവയായി, ഒരു നിത്യജീവന്റെ ഉറവയായി പൊങ്ങി വരും. തുടർന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദൈവം ദാനമായി നൽകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് വ്യംഗ്യമായി ഈ സ്ത്രീയോട് കർത്താവ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? പറഞ്ഞു തരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഏറ്റവും വലിയ ഒന്നാമത്തെ ദാനം യേശുവാണ്. 2, യേശു നൽകുന്ന രക്ഷയാണ്. 3, ഞാനിപ്പോൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഒരു സ്ഥലത്ത് പറയുന്നത് അളവ് കൂടാതെ പിതാവ് തരും. എത്ര വേണേലും പരിശുദ്ധാത്മാവിനെ പകർന്നു തരാൻ പിതാവിന് മനസ്സുണ്ട്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ പിതാവ് എത്രയധികം തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. സോ പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്നുള്ള ദാനമാണ്. ദൈവത്തിന്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, അതുപോലെ നിന്നോട് സംസാരിക്കുന്ന ഞാൻ യേശു ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം അഥവാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യുമായിരുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ പ്രെയർ ഡയറിയിൽ പരിശുദ്ധാത്മ നിറവിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ ഒരു പക്ഷേ പ്രാർത്ഥന ഡയറി ഉണ്ടാകുമായിരിക്കാം, ഇല്ലായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളിത് ആമസോണിൽ നിന്ന് വരുത്തുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഏതെങ്കിലും ഔട്ട്ലെറ്റിൽ നിന്ന് ദയവായി നിങ്ങളിത് വരുത്തുക. എന്നിട്ട് ഈ പരിശുദ്ധാത്മ നിറവിന് വേണ്ടിയുള്ള പ്രാർത്ഥിക്കാമെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പുകൾ. എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കേണ്ടത് എന്നതിൻ്റെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി അവിടെ തന്നെ കുറേയധികം വചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പുകളും വചനങ്ങളും നോക്കി വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളിലേക്ക് വന്ന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിറയാം. ഇറ്റ്സ് എ പ്രഷ്യസ് ഗിഫ്റ്റ്. ഇതില്ലെങ്കിൽ ഒന്നുമില്ല, എല്ലാം തകർന്നു. ഞാൻ ഇവിടെ എൻ്റെ എഡ്യൂക്കേഷൻ എൻ്റെ ഒരു 10th കൊണ്ട് കട്ടായി പോയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ +2 സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് എഴുതി. അങ്ങനെ 2020 അങ്ങനെ അതങ്ങ് പോയി. +2 കഴിഞ്ഞിട്ട് 5 years അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാത്തൊരു ഡിപ്രഷനിലോട്ട് പോയി. ഭയങ്കര ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് തോന്നും. മരിക്കാൻ പേടിയായതുകൊണ്ട്
കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവം എന്നെ അങ്ങ് വിളിച്ചോണ്ട് പോണേ. കാരണം വെച്ചാൽ ഇവിടെയോ അനുഭവിച്ച് എറ്റേണിറ്റി കിട്ടത്തില്ലെന്നോർത്ത് പേടിച്ച് മരിക്കാതിരിക്കുന്ന ഒരു ആത്മഹത്യ ചെയ്ത നരകത്തിൽ പോകും. അതറിയാലോ അല്ലേ, ആത്മഹത്യ ചെയ്ത നരകത്തിൽ പോകുന്ന. ഓക്കെ, പലർക്കും അറിയാൻ പാടില്ല, അതുകൊണ്ട് അങ്ങ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നരകത്തിൽ പോകണ്ട, സ്വർഗത്തിൽ പോകണം. അതുകൊണ്ട് കർത്താവ് എന്തെങ്കിലും ഒരു വഴി തുറന്ന് എന്നെ അങ്ങ് എടുത്തേക്കണേ. ഇവരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ എടുത്തോണേ എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പം എങ്ങും എടുക്കപ്പെടൂല. ഈ ചില ആൻറ്റിമാരുണ്ടല്ലോ, ചില ആൻറ്റിമാർ എന്നെ കാണുമ്പോൾ പറയാറുണ്ട്, ഈഗിൾസ് ഫെലോഷിപ്പിലുള്ള ആൻറ്റിമാരാണ്, അവരെന്നെ കാണുമ്പോൾ പറയും, എൻ്റെ പൊന്ന് സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്ക്, കർത്താവ് എന്നെ എടുത്തോണ്ട് പോകാനായിട്ട്. ഉള്ളിൽ 125 വർഷം വരെ ജീവിക്കണമെന്നാണ് ആഗ്രഹം. എന്നാലും പറയും എന്നെ കൊണ്ടുപോണേന്നൊന്ന് പ്രാർത്ഥിക്ക് സിസ്റ്ററെ എന്ന്. നിങ്ങൾക്കുള്ള വിസ റെഡിയാക്കുന്ന പരിപാടി ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് ഇനി ആ പ്രാർത്ഥന ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയരുത്. നിങ്ങളെപ്പോൾ റെഡിയാകും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എപ്പോൾ സെറ്റാവും, എല്ലാം നല്ല രീതിയിൽ സെറ്റാക്കി വെക്കും. അന്നേരം കർത്താവ് നിങ്ങളെ ആ സമയത്ത് വിളിച്ചോളും. നിങ്ങൾ നേരത്തെയും പോകണ്ട, വൈകിയും പോകണ്ട, ആ സമയത്ത് കർത്താവ് നിങ്ങളെ കൊണ്ടുപോയിക്കൊള്ളും. എത്ര പേർ ചേർന്നൊരു ആമേൻ പറയും? ഞാൻ ഒത്തിരി ഔട്ട് ഓഫ് സിലബസ് പോയതാ, എന്നാലും പറഞ്ഞു. എന്നോട് പറഞ്ഞു കുഴപ്പമില്ലെന്ന്. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ രാത്രി ടെറസിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ ആകാശത്തോട്ട് നോക്കി അങ്ങനെയൊക്കെ കരഞ്ഞിട്ടുണ്ട്. അത്രയും ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ. ചില ക്രിസ്ത്യൻ സോങ്സ് ഒക്കെ കരയാൻ വേണ്ടി കേൾക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ സെക്കൻഡ് പില്ലറിൻ്റെ അവിടെ നിന്നൊരു ദിവസം ഇതുപോലെ എനിക്ക് വേർഡ്സ് ഇല്ലാതെ ഞാൻ നിന്ന് കരഞ്ഞു. ആ സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, അവിടെ നിന്ന് ഇവിടെ നോക്കാൻ പറഞ്ഞു. 1 day you will stand here എന്ന് പറഞ്ഞു. അത് 2020 അപ്പം ഞാൻ പാസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, പാസ്റ്ററെ എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ചു. എന്നിട്ട് അനുവാൻറ്റിയുടെ കൗൺസിലിങ്ങിൽ എന്നെ നിർത്തി. അനുവാൻറ്റിയെ കൗൺസിലിങ്ങിന് വേണ്ടി അനുവാൻറ്റിയെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അനുവാൻറ്റിയെ വിളിച്ച്. ഇനി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, എന്തുകൊണ്ട് ഡിപ്രഷനിൽ പോയി, അതെല്ലാം പറയണമല്ലോ. ഒരു 2 weeks കഴിഞ്ഞപ്പോൾ അനുവാൻറ്റി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. പിന്നെ അങ്ങോട്ട് ഫുള്ള് അനുവാൻറ്റി കൂടെ നിന്നു. പലരും പറയുമ്പം ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോൾ പലരും പറയും പ്രാർത്ഥിക്കും പറയും. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ എന്തോ ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യാനാന്നുള്ളത്. എന്നുവെച്ചാൽ സൗണ്ട് ഇല്ലാതെ സ്വർഗത്തിലേക്ക് നോക്കി ഞാൻ അലച്ചിട്ടുണ്ട് ആ ഒരവസ്ഥയിൽ. അത് കഴിഞ്ഞപ്പം പിന്നെ ഇങ്ങനെ നിന്ന് അനുവാൻറ്റിയൊക്കെ കൂടെ പറഞ്ഞു, പാസ്റ്ററും എല്ലാം പറഞ്ഞു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ആ സമയത്ത് സാമ്പത്തികമൊന്നും ഇല്ല. അപ്പോൾ ഞാനും ഓർത്തു വേണ്ട. പിന്നെ പാസ്റ്റർ മോർണിംഗ് ഗ്ലോറിയിൽ ഒരു ദിവസം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇങ്ങനെ കേട്ടു, ബാലൻ തൻ്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും കൊടുത്തോണ്ടാണ് അത് ഇരട്ടിക്കാൻ പറ്റിയത്. നിൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു പരിശ്രമം കൊടുത്തു. ഞാൻ പറഞ്ഞു, കർത്താവേ എൻ്റെ ഈ പരിശ്രമം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഞാനൊരു കോളേജിൽ പോയി അങ്ങ് അന്വേഷിച്ചു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 50,000 rupees ഡൊണേഷനായിട്ട് അടയ്ക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മാം എന്നും പറഞ്ഞ് ഞാൻ അനുവാൻറ്റിയെ വിളിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ആ സമയത്ത് പൈസ ഇല്ല. പെട്ടെന്ന് ചേട്ടൻ ഹസ്ബൻഡ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഏജൻറ്റ്, അഗ്രിമെൻ്റ് ആവാത്ത ഒരിടത്തുനിന്ന് ഞങ്ങൾക്ക് അവർ ഫസ്റ്റ് ഹാൻഡ് തന്നെ കമ്മീഷൻ തന്നു. കമ്മീഷൻ തന്ന് അത് കഴിഞ്ഞപ്പോൾ അതും കുറച്ച് ഉണ്ടായിരുന്ന ഗോൾഡും കൂടെ വെച്ച് അതങ്ങ് കൊടുത്തു, ആ 50,000. അത് കഴിഞ്ഞപ്പോഴും സെമസ്റ്റർ ഫീസ് ബാക്കി കിടക്കുക. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ഞാൻ ഇനി എന്നാ ചെയ്യും. അപ്പം ഇവിടെ ആ സിസ്റ്ററിനോടും എനിക്ക് താങ്ക്സ് പറയാനുണ്ട്. ഒരു സിസ്റ്റർ, നമ്മുടെ ചേർച്ചിൽ വരുന്ന ഒരു സിസ്റ്റർ അനുവാൻറ്റിയുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും പഠിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കുക, സ്പോൺസറിങ്. അത് അനുവാൻറ്റിയുടെ കയ്യിൽ 2 months ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. അനുവാൻറ്റി അത് എൻ്റെ സെമസ്റ്റർ ഫീ ആയിട്ട് അടച്ചു. അങ്ങനെ അത് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ഓരോ എമൗണ്ട്സ് ആയിട്ട് ഇങ്ങനെ അടച്ചുപോയി. എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഓരോന്ന്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. അയ്യോ ഇനിയിപ്പം നമ്മളൊരു പ്രതീക്ഷ വെച്ച് തന്നല്ലേ, നല്ലോണം പഠിക്കണമല്ലോ എന്നാൽ ഭയങ്കര ടെൻഷനായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫുൾ എഫേർട്ട് പഠിക്കാനായിട്ടിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു നല്ല മാർക്ക് കിട്ടണം എന്നുള്ളൊരു ഇതിൽ. ഇച്ചിരി കൂടി ഷോർട്ടാക്കി പറയുവാണെങ്കിൽ ഡാമിൻ പാസ്റ്റർ വേഗം പ്രസംഗിക്കും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാരണം എനിക്ക് ഫ്രീഡം ഉള്ളതുകൊണ്ടാട്ടോ എങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഒരു ഇച്ചിരി ഫാസ്റ്റ് ട്രാക്ക് 4x
പെട്ടെന്ന്. അത് കഴിഞ്ഞപ്പം മാർക്കെല്ലാം കിട്ടി. ഇപ്പം MG യൂണിവേഴ്സിറ്റിയിൽ 4th റാങ്ക്. അപ്പൊ MG യൂണിവേഴ്സിറ്റിയിൽ കയറി അവിടെ എത്തി. ഓക്കെ, എന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? അല്ല, വേറൊരു കോളേജിലാണ് കിട്ടിയ. MG യൂണിവേഴ്സിറ്റിയിൽ 4th റാങ്ക് എൻ്റെ ഡിഗ്രിയിൽ. ഇപ്പൊ റിസൾട്ട് വന്നു, അങ്ങനെ പറ. ഇപ്പൊ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ എന്ത് കിട്ടി? 4th റാങ്ക് പൊസിഷനിലാണ് കയറിയിരിക്കുന്നത്. എന്താ നോക്ക്, ഇവിടെ താഴെ കാണാം. സേറ, തങ്കം, ജേക്കബ് 4ാമത്തെ റാങ്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കൈകൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. അപ്പൊ ദൈവം അത്ഭുതകരമായിട്ടാണ് ഓരോരുത്തർക്കും വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിഷമിക്കുന്നെങ്കിൽ ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി കൈനീട്ടാം. കർത്താവെ, ഏത് വിഷയത്തിലും പ്രയാസപ്പെടുന്നവർക്കായി ഇന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആ പ്രശ്നത്തിൽ ഒരു പരിഹാരമായി, ആ വിഷമഘട്ടത്തിൽ വഴികളെല്ലാം അടയുമ്പോൾ അതിന് നടുവിൽ യേശു ഇറങ്ങി പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. കൈകൾ നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ രോഗികളിപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ, ബാഹ്യ അവയവങ്ങൾ സൗഖ്യമാകട്ടെ. ശരീരത്തിലെ ചില എൻസൈമുകൾ, അതിൻ്റെ എന്തോ തകരാറുകൾ, ഹോർമോണുകളുടെ തകരാറുകൾ, ഇതിലെല്ലാം ഒരു സൗഖ്യമുണ്ടാകട്ടെ. അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഏത് രോഗവും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ്, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.